സോ ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇന്ന് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 ആണ് കളിക്കാൻ പോണേ. സോ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ല, ഞാനാണ് നിങ്ങളോട് പറഞ്ഞത് ഗ്രാനി ചാപ്റ്റർ 2 കളിയാണ്. സോ ഞാൻ ഏതായാലും ഈ ഒരു ഗ്രാനി ചാപ്റ്റർ 2 ഇപ്പം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബോത്താണ് സെലക്ട് ചെയ്തേക്കണേ. സോ ഞാൻ ഡിഫിക്കൽട്ടി ഈസിയാണ് കേട്ടോ ഇട്ടേക്കണേ, കാരണം എനിക്ക് ഡിഫിക്കൽട്ടി ഈസി ഇടുന്നതാണ് ഇഷ്ടം. വേറെ ഈ ഹാർഡ് എക്സ്ട്രീം നോർമൽ ഇതൊക്കെ ഇട്ട് ഞാൻ എപ്പം നോർമൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ ഹാർഡ് എക്സ്ട്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എപ്പം ചത്തെന്ന് ചോദിച്ചാൽ മതി. സോ ഞാൻ വലിയ പ്രോ പ്ലെയറാണ്, പക്ഷേ അത് ഇങ്ങനെ ഈ ഗ്രാനി സീരീസിൽ ഞാൻ ഈ ഹൊറർ ഗെയിമിലൊന്നും വലിയ ഗെയിം സ്റ്റക്കായി. ഞാൻ ചത്തു. ഗെയിം സ്റ്റക്കായി. എവിടെയെങ്കിലും പോകണം, നമ്മുടെ മുറിയിലേക്ക് പോകാം, നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോവാം. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇങ്ങനെ ഒരു വീട്, ഈ വീടിനൊക്കെ എവിടെ നിന്നാടാ അണ്ടർഗ്രൗണ്ട്? ഈ വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് എവിടെയാ? ഓടിക്കോ. ആരും എന്നെ കണ്ടു. ആരാ കണ്ടേ? ഓടിക്കോ. പിടിച്ചോടാ, പിടിച്ച് ശേ ഗ്രാനി പിടിച്ചോളാം. ഞാൻ ഗ്രാനിയുടെ പാവാട ആദ്യം കണ്ടായിരുന്നു. ഡേ 2 ശേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റുന്നു. കാരണം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനകത്ത് എത്ര എസ്കേപ്പ് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു എസ്കേപ്പ് എനിക്കറിയാം, ഒരു ഡോർ എസ്കേപ്പും എനിക്ക് എസ്കേപ്പൊക്കെ അറിയാം, പക്ഷെ അതിൻ്റെ സാധനങ്ങളാണ് അറിയാത്തത്. പിന്നെ ഈ ഒരു ബോട്ട് എസ്കേപ്പ് ഉണ്ട്, പിന്നെ ഒരു ഡോർ എസ്കേപ്പ് ഉണ്ട്, പിന്നെ ഒരു ഹെലികോപ്റ്റർ എസ്കേപ്പും ഉണ്ട്. ഈ 3 എസ്കേപ്പാണ് ഈ ഗ്രാനി ചാപ്റ്റർ 2 സോ ഞാൻ ഏതായാലും ഇവിടെ ഒന്നുകൂടെ ശബ്ദം ഉണ്ടാക്കാൻ പോവാണ്. ഇനി ഞാൻ ഇവിടെ പോയി നിൽക്കട്ടെ, അതാണ് നല്ലത്. സോ ഞാൻ ഇവിടെ പോയി നിന്നിട്ടുണ്ട്. ഇതാരാടാ? ആരാ വന്നേ? അയ്യോ, ആരും വന്നില്ലേ? ഞാൻ എന്നെ കൊന്നപ്പോൾ ഗ്രാൻഡ് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നൊരു ശബ്ദം ഞാൻ കേട്ടായിരുന്നല്ലോ. അതെ, അവിടുത്തെ ആ ഡോർ തുറന്ന് അങ്ങോട്ട് പോയില്ലല്ലോ ഇപ്പോൾ. ഇതെന്താ ഈ പുള്ളി ഇങ്ങനെ പോകുന്നേ? എന്താ പുള്ളി ഇങ്ങനെ പോകുന്നേ? സ്ലോ മോഷൻ അടിച്ച് ഇതെന്താ ഇങ്ങനെ പോണേ? ഗ്രാനി ഇറങ്ങി വരുന്നില്ല. പുള്ളി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയതായിരിക്കും. ഗ്രാനി അവിടെ വരെ ഇറങ്ങി വന്നിട്ട് ആ കൊച്ചുമോനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോടാ. ദേ കണ്ടോ, ഇപ്പം പുള്ളി ആ ഡോർ തുറന്നു. തിരിച്ചു വരുന്നു. ഇങ്ങേർക്ക് എന്താ ഇപ്പം തിരിച്ചു വരുന്നു. അപ്പൂപ്പനെ തലയിൽ ഒരു നിറച്ച് മുടി, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിയാ അപ്പാപ്പന്. അത് കണ്ടാലേ അറിയാം. ഈ ഗ്രാൻഡ്പയ്ക്ക് ചെവി കേൾക്കുമായിരിക്കും, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഗ്രാനിക്കായിരിക്കും ചെവി കേൾക്കാത്ത. ഗ്രാനിയല്ലേ ഇങ്ങോട്ട് വരാതിരുന്നേ. ഗ്രാനിക്കും ചെവി കേൾക്കാം. നമുക്ക് ഗ്രാനി ചാപ്റ്റർ 1 മനസ്സിലായതല്ലേ. പക്ഷെ ഇതിനകത്ത് ഗ്രാൻഡ്പയ്ക്ക് ചെവി കേൾക്കാൻ പറ്റും ഇല്ലേ? പറ്റുമായിരിക്കുമല്ലേ? പറ്റുമായിരിക്കും. ദേ വന്ന് ഗ്രാനി. ഗ്രാൻഡ്പ എന്തിയേ? ഗ്രാൻഡ്പ വന്നില്ലല്ലോ. ഈ അമ്മൂമ്മ വരുവാണെങ്കിൽ അപ്പാപ്പൻ വരത്തില്ല, അപ്പാപ്പൻ വരുവാണെങ്കിൽ അമ്മൂമ്മ വരത്തില്ല. ഇതെന്ത് കളി? ഇതെന്ത് പൊട്ട കളിയാണിത്? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഗ്രാനി ആ ഡോറൊന്ന് പുറത്തിറങ്ങി എന്നിട്ട് ഗ്രാനി ഞാനുണ്ടല്ലോ ഗ്രാനി, ഞാൻ കുറേ വട്ടം ഇങ്ങനെ ചെയ്ത് ഞാൻ ലാസ്റ്റ് ഇവിടെ എത്തി. സോ ഗ്രാൻഡ്പേനും ഗ്രാനിയെ ഞാൻ ഒരുമിച്ച് വിളിച്ച് എനിക്ക് ഇവിടെ നിന്ന് സ്റ്റൺ ഗണ്ണും കിട്ടി. ഇപ്പം ഞാൻ ഗ്രാനിക്കായിട്ട് റിവെഞ്ച് എടുക്കാൻ പോവാ. എന്നെ കുറച്ച് മുമ്പ് തല്ലിയതിൻ്റെ റിവെഞ്ച്. തളയ്ക്കുന്ന പിടിച്ചോ. അടുത്തത് നിങ്ങളുടെ കെട്ടിയവൻ. അതേ വരുന്നു, ഷൂ ഇട്ടുകൊണ്ട് സോക്കർ കളിക്കാരൻ. ഫുട്ബോൾ കളിക്കാരാ, ഡിസ്കോ ഡാൻസർ. നിൻ്റെ മുട്ടിൻ്റെ ഇരിക്കട്ടെ ഒരെണ്ണം. മാർക്കിടക്കളവാ. തൻ്റെ സെക്യൂരിറ്റിക്ക് ഇതാണോ മൊട്ടെ? അപ്പാപ്പന് പിന്നെ ഭയങ്കര ബുദ്ധിയാ. ഒളിച്ചിരുന്ന വരണേ. കയ്യിലൊരു വടിയും പിടിച്ചോണ്ട്. ഒരു ചായ ഇട്ട് തരട്ടെ? ഒരു പൊറോട്ടയും ബീഫും തരാം. ഇപ്പം തന്നിട്ടുണ്ടല്ലോ, ഇനി
ഈ കിളവനെന്താ എടാ ഗ്രാനി മായിന് പോകുന്നു ഈ പന്നക്കിളവിന്. ഈ ഗ്രാനിക്കുണ്ടല്ലോ ഭയങ്കര പ്രത്യേകതയാ. ഈ ഗ്രാനിക്ക് അപ്പം ഈ ഗ്രാനി ചാവണ സൗണ്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. ഉയ്യോ എടാ അത് താഴേക്ക് വിട്ടോ. ഇനി ഗ്രാനി അങ്ങോട്ട് പൊക്കോളും. സോ എടാ ഗ്രാൻഡ്പ പോയോ? പക്ഷേ എൻ്റെ സ്റ്റണ്ട് ഗണ്ണ് പോവാ. ഓക്കെ നമുക്കിനി മേലെ പോവാം. അതോ നല്ലതില്ലേ? ഇല്ല ഗ്രാൻഡ്പ നമ്മളെ ഇനി കൊല്ലും. എടാ ഗ്രാനിയുടെ വേറെന്തോ ഒരു വേർഷൻ അറിയണല്ലോ ചാപ്റ്റർ 2ൻ്റെ. ഗ്രാനി ചാപ്റ്റർ 2 റീവർക്കഡോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞുണ്ട്. അതറിഞ്ഞിട്ടുണ്ട്. എടാ ഇവിടെ ഇതെന്ത് കീ? വെപ്പൺ കീയാ? വെപ്പൺ ഉണ്ടോ ഇതിനകത്ത്? അപ്പോൾ ഇതെന്ത് സാധനം? വെപ്പൺ ഉണ്ടോ പിന്നെ ഇതെന്ത് സാധനം? 2 വെപ്പൺ ഉണ്ടോ അതിനകത്ത്? എടാ അവിടുത്തെ ഒരു വെപ്പൺ കീ ഇരിക്കണം. അപ്പം ഇതെന്ത് സാധനം? ഇതെന്ത് ഏത് തന്നെ ഇവിടെ? അതിനിടെ കട്ടിങ് പ്ലെയറാ? കട്ടിങ് പ്ലെയർ എനിക്കറിയത്തില്ല. എടാ ഇവർ കട്ടിങ് പ്ലെയറിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 1ത്തെ കട്ടിങ് പ്ലെയർ ആണോ? നമുക്കിതെടുത്ത് നമുക്ക് ഇതന്നെ ഡോറ്. സംതിങ് ഈസ് മിസ്സിങ് ഹിയറോ? സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദിസ് ഡോർ ഫ്രം ദി അതർ സൈഡാ. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് തുറക്കണ്ടെന്നാണ് ഇവർ പറയണേ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഡോർ എന്തിനാണ് തുറക്കണേ? അപ്പുറം അതിന് സൈഡുണ്ടോ? എടാ ഇത് നമ്മൾ എവിടെ നിന്ന് തുറക്കണ്ടേ? ഈ ഡോർ അപ്പുറത്തെ സൈഡിൽ നിന്ന് അറിയാം. പക്ഷേ ഇത് ഏത് സ്ഥലത്തൊന്നാണ് തുറക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യും. ഇത് താഴേക്ക് നമുക്ക് കൊണ്ടുപോകാം. അയ്യോ ഞാനിപ്പോൾ താഴേക്ക് പോയേനെ. നമുക്ക് സ്റ്റൺ ഗൺ എടുത്തോണ്ട് താഴേക്ക്. അയ്യോ എടാ ഞാൻ അറിയാം വെപ്പൺ കീ എടുത്തോണ്ട് താഴേക്ക്. അത് കുഴപ്പമില്ല. സ്റ്റൺ ഗൺ അവിടെ ഇരിക്കട്ടെ. സ്റ്റൺ ഗൺ അവിടെ സേഫാ. അതോടെ ഗ്രാനി. എടാ നമ്മൾ ഈ വെപ്പൺ കീ കൊണ്ട് എങ്ങനെ പോയി ഡോർ എടുക്കൂടാ? ആ വെപ്പൺ എടുക്കും നമ്മളെ എങ്ങനെ? എടാ ഈ ഗ്രാൻഡ്പയാണ് സീൻ. ഇപ്പം എനിക്ക് മനസ്സിലായി ഗ്രാൻഡ്പയ്ക്ക് ചെവിയാക്കത്തില്ലെന്ന്. പക്ഷേ എടാ ഈ ഗ്രാനി വലിയ സീനില്ല. പക്ഷേ ഈ ഗ്രാൻഡ്പയാണ് സീന്. പുള്ളിക്കാകുമ്പോൾ ഈ ചെവി കേൾക്കാത്തോണ്ടേ ഈ ശബ്ദമില്ലാത്തപ്പോൾ എടാ ഈ ഗ്രാനിക്ക് നന്നായിട്ട് ചെവി കേൾക്കാം. പക്ഷേ ഈ കേൾവിശക്തി ഉണ്ട് ഗ്രാനിക്ക് നന്നായിട്ട്. പക്ഷേ ഗ്രാൻഡ്പയ്ക്ക് ചെവി കേൾക്കില്ല. പുള്ളിക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് പുള്ളി ഇച്ചിരി സീനാണ്. അതിലൂടെയൊക്കെ കറങ്ങി നടക്കുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ചാടുവാണെങ്കിൽ ചിലപ്പോൾ പുള്ളി അടിക്കാൻ ചാൻസ് ഉണ്ട്. പുള്ളി ഇതിലൂടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അത്രേ ഉള്ളൂ. എടാ എനിക്ക് എൻ്റെ സ്റ്റൺ ഗൺ എങ്ങനെയും ഒപ്പിക്കണമല്ലോ. എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് ചാടണ്ടേ. ഈ വെപ്പൺ കീ ആണെങ്കിൽ തുറക്കാനായിട്ട് ഇങ്ങോട്ട് പോവുകയും വേണം. ഈ കിളവിയാണെങ്കിൽ ഇവിടുന്ന് മാറണമില്ല. എടാ കിളവി നമ്മളെ കണ്ടു. ഈ ഇതുണ്ടല്ലോ എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ കാര്യമൊന്നും. ഇല്ല കിളവി കണ്ടില്ലേ? ശരിയാ കിളവി കണ്ടില്ല. എടാ ഈ ഗ്രാൻഡ്പയും കൂടി ഇങ്ങോട്ട് വരണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇങ്ങോട്ട് വാ. ഓക്കെ ഞാൻ ഓൾറെഡി എടാ ഇതെന്ത്? നോക്കിക്കേ. എടാ ഗ്രാനി പാത്രം കഴുകുന്നതാ. ഇതെന്ത് സീന്? എടാ ഗ്രാനി പാത്രം കഴുകുന്നത്. എടാ ചാപ്റ്റർ 2 ഗ്രാനി ചാപ്റ്റർ 2 ഗ്രാനി പാത്രം കഴുകുന്നത്. എടാ ഗ്രാനി ചാപ്റ്റർ 1 ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒന്നും എടുക്കാതെ എൻ്റെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കളിച്ചപ്പോൾ ഇതിനു മുമ്പ് ഗ്രാനി ചാപ്റ്റർ 1 ഗ്രാനി പാത്രം കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എടാ ഗ്രാനി ചാപ്റ്റർ 2 ഞാനേ ഗ്രാനീനെ മാത്രമായിട്ട് ഓൺ ചെയ്തിട്ട് നിൽക്ക് എന്നെ ഗ്രാൻഡ്പ കൊന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റൺ ഗൺ എടുത്തായിരുന്നു. സ്റ്റൺ ഗൺ എടുത്തിട്ട് ഞാൻ ഏണി കയറിയിട്ട് ഞാൻ നേരെ താഴേക്ക് അറിയാൻ ചാടിപ്പോയി. ഗ്രാൻഡ്പ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തപ്പോൾ സ്റ്റൺ ഗണ്ണിൻ്റെ ആമ പോയി. പിന്നെ എടാ ഞാനുണ്ടല്ലോ അവിടുന്ന് എന്താ പറയുക, ഞാൻ ഗ്രാനി ചാപ്റ്റർ 1 ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. ഗ്രാനി അവിടെ പാത്രം കഴുകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഗ്രാനി 1 ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്രാനി അവിടെ പാത്രം കഴുകുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ചാപ്റ്റർ 2 ഞാൻ വീഡിയോ വീണ്ടും ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ചാപ്റ്റർ 2 ഞാൻ ഇത് ഞാൻ പണ്ട് ഞാൻ എത്രയോ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പണ്ട് 2023 അങ്ങോട്ട് കളിച്ചപ്പോൾ ഗ്രാനീനെ മാത്രം ഓൺ ചെയ്തിട്ട് ഗ്രാനി ചാപ്റ്റർ 2 കളിച്ചപ്പോഴത്തേനും ഗ്രാനി അവിടെ നിന്ന് മറ്റേ പിയാനോ വായിക്കുന്നത് ഞാൻ കണ്ട്.
ഗ്രാനീനെ മാത്രമാണിത്. അപ്പോൾ എടാ എൻ്റെ സ്റ്റൺ ഗണ്ണിൻ്റെ ഉണ്ട കാണുന്നില്ല. എടാ ഞാൻ ചത്തു. എടാ സ്റ്റൺ ഗണ്ണിൻ്റെ ഉണ്ട കാണുന്നില്ല. ഞാൻ ചാവാറായി. എടാ സ്റ്റൺ ഗണ്ണിൻ്റെ ഉണ്ട കാണുന്നില്ലടാ. എടാ ഈ ഗ്രാനി പോട്ടെ, ഗ്രാൻഡ്പ കാരണം എൻ്റെ സ്റ്റൺ ഗണ്ണിൻ്റെ ഉണ്ട പോയേ. എടാ ഇനി ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യൂടാ? എടാ ഇത് ഞാൻ ഇനി എങ്ങനെ യൂസ് ചെയ്യും? എനിക്ക് ഒരു വെപ്പണും ഇല്ല. ഈ വെപ്പൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോവുകയും ചെയ്തു. എന്ത് എടാ ഇതൊന്ന് എടാ ഇവിടെ വെപ്പൺ കിടപ്പുണ്ട്. ഇത് വെച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല. ഈ കുന്തരാണ്ടം വെച്ചിട്ട് ഇത് വെച്ചിട്ട് എന്ത് കാട്ടാനാണ്? നമ്മൾ അപ്പുറം പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മളിപ്പോൾ താഴേക്ക് പോയി, അവിടെ ഗ്രാൻഡ്പ, മേളിൽ വരുവാണെങ്കിൽ ഇവിടെ ഗ്രാനി. എന്തവസ്ഥയാണ് നോക്ക്. പിന്നെ ചാനൽ ആരും സബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഇപ്പം തന്നെ ഇത്രയും കഷ്ടപ്പെട്ടാണ് കളിക്കണം. ചാനലൊന്ന് ലൈക്കും സബും കൂടെ ഒന്ന് ചെയ്തേക്ക് കേട്ടോ. എൻ്റെ മോനെ എടാ ഇത് എന്തോരം കഷ്ടപ്പാടാടാ ഈ ഗെയിം കളിക്കാൻ. സോ ഞാൻ ദേ അടിയിലേക്ക് ചാടിയിട്ടോ. ദേ വരണ ഇവനും ഉണ്ടല്ലോ, ഇവനാണ് കേറിപ്പോടാ. കയ്യിലൊരു വടിയും പിടിച്ച് നടക്കുവാണ്. തലയിൽ നിറച്ച് മുടിയും വെച്ചോണ്ട് മോട്ടത്തലയിൽ. എടാ ഇനി എന്ത് ചെയ്യോളാ? അങ്ങോട്ട് പോവാം ഇനി. അയ്യോ അവിടെ ഗ്രാൻഡ്പയുടെ പുറകെ പോകാൻ ഞാൻ ഉദ്ദേശിച്ച ഇവനെ ദേ വരുന്നത് അടുത്തത്. എടാ ഇവനെ രണ്ടുപേരും വന്നിട്ടുണ്ട്, രണ്ടുപേരും കണ്ടിട്ടുണ്ട്. നമുക്കിനി ഇപ്പുറം വഴി പോവാം. എടാ ഗ്രാനി ഉണ്ട്. എടാ ഇവിടെ രണ്ടുപേരും വളഞ്ഞിട്ട് ആക്രമിക്കുവാണല്ലോടാ. പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഇങ്ങോട്ട് വരും. ഞാനിപ്പോൾ ഈ നൈസിനങ്ങോട്ട് പോങ്ങിയാലോ? വേണ്ട ഗ്രാനി അങ്ങോട്ട് നിൽക്ക്. ഞാൻ പുറകിൽ പോയി ശബ്ദം ഉണ്ടാക്കട്ടെ. പുറകിൽ ശബ്ദം ഉണ്ടാക്കാം. ശബ്ദം ഉണ്ടാക്കി. എടാ ഓടിക്കോ. ഗ്രാനിനെ കണ്ട്. ഒന്നും നോക്കട്ടെ. ഓടിക്കോ. എടാ അവിടെ ഗ്രാനിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടല്ലോ. അവിടെ ഗ്രാനിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ അവിടെ കൊച്ചുമോൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. എടാ ഈ വീഡിയോ മൊത്തം ലാഗാട്ടോ. നിങ്ങളൊന്നും തോന്നരുത് വലിയ ലാഗാണ്. ഈ വീഡിയോ നല്ല ലാഗാണ്. നിങ്ങൾ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണം കേട്ടോ. ഈ വീഡിയോ നല്ല ലാഗാണ്. സോ അവിടെ ഗ്രാനിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ മറ്റേ ആ സ്റ്റെപ്പ് ഇറങ്ങൂലേ, അവിടെ ഗ്രാനി അവിടെ വായും പൊളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അങ്ങനെ വായും പൊളിച്ചോണ്ടിരിക്കുന്നത് ആ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഞാൻ ഗ്രാനിയുടെ ഒരു ഫോട്ടോ കണ്ടു കേട്ടോ ഞാനവിടെ. സോ ഇനി ആ ഫോട്ടോയിൽ നമുക്കൊരു പൂമാലയും കൂടെ അണിയിച്ചു കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഗ്രാനി ഈസ് ഡെഡ്. എടാ ഗ്രാൻഡ്പ അങ്ങോട്ട് പോടാ. എനിക്ക് വെടിവെക്കാൻ പറ്റിയില്ല ഗ്രാൻഡ്പനെ. എടാ തൂക്കി കിടപ്പ് കണ്ടോ? എൻ്റെ അമ്മേ. എടാ ഈ ഗ്രാനി എനിക്ക് ഈ വീഡിയോ തന്നെ എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഗ്രാനി ചാപ്റ്റർ 2 ഇതുവരെയായിട്ടും കളിച്ചിട്ടില്ല. ഭയങ്കര പാട്. ഞാനേ ഒരു മണ്ടത്തരം കാണിച്ച് കണ്ട. ഈ ഗ്രാൻഡ്പ ഇവിടെ നിൽക്കണുണ്ടോ? ഗ്രാൻഡ്പ ഇതിലൂടെ പോയപ്പോഴത്തേനും ഞാൻ അറിയാതെ വെടിയുണ്ടെങ്കിൽ കൊണ്ടില്ല. ഇന്ന് എനിക്കൊരു മൂഡില്ല കളിക്കാൻ. ഡേ 3 ആയില്ലേ. സോ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോക്കകത്ത് ഞാൻ ഉറപ്പായിട്ട് ചാനലിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ അല്ല, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോക്കകത്ത് എല്ലാവർക്കും വീണ്ടും കാണാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ബായ്.